പണ്ട് ഇവിടെ കീയാനുണ്ടല്ലോ മരണപ്പേടിയാണ്. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. എക്സ്പെഷ്യലി നമ്മൾ ഈ വീഡിയോ പിന്നെ സമർപ്പിക്കുന്നത് നമ്മളെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരവിടെ ചൂടത്ത് പണിയിലെടുത്ത് ഇപ്പോൾ മഴയാണ്ട് നാട്ടിലൊക്കെ വരുന്ന കുറേ ആളുണ്ട്, അതേപോലെ തന്നെ വരാൻ കഴിയാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളായ ഈ കൊല്ലഞ്ചിറ, അതേപോലെ തന്നെ പുറത്തിയിൽ മുണ്ടേരിമുട്ട, അതുപോലെ തന്നെ വലിയച്ചിറ എന്നുള്ള സ്ഥലങ്ങളുണ്ട്. നല്ല പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അത് ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം, നിങ്ങളെ ഒരു വൈബിലേക്ക് കൊണ്ടുപോകാന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൊല്ലഞ്ചിറക്കി വന്നിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. ഒരു രക്ഷയില്ലാത്ത ഇപ്പോൾ റോഡെല്ലാം സെറ്റായിട്ടുള്ള വയൽക്കരയിലായിട്ടുള്ള സ്ഥലമാണ്. പണ്ട് നമ്മളടുത്ത് കുളിക്കലുണ്ട്, ചെറിയ തോടലുണ്ട്, അടുത്ത് കുളിക്കലുണ്ട്. അപ്പോൾ ആ സ്ഥലം മൊത്തത്തിലുള്ള സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്ഥലം നേരത്തെ വരാൻ വിചാരിച്ചു കേട്ടോ ഇങ്ങോട്ട്. പക്ഷെ ഭയങ്കര മഴയാണ്ട് രാവിലെ അല്ല ഇന്നലെ രാത്രി മുതലേ മഴയാണ്, നിൽക്കാതെ മഴയാണ്ട്. ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിൽക്കാതെ മഴയാണ്ട് വരാൻ പറ്റുന്നില്ല. ഇപ്പം സമയം ഏകദേശം 1 മണിയായി. ഉച്ചയ്ക്ക് 1 മണിക്കത്തെ കാലാവസ്ഥയാട്ടോ ഈ കാണുന്നത്. എന്താ രസം എന്നറിയാവാ, അടിപൊളി നല്ല വൈബ്, ഒരു രക്ഷയില്ല. വൃത്തമാണ്ടേ ജയിച്ചാ ഏയ് ഒരു ഹായാക്ക്. മീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ്. വേറെയെല്ലാം പിടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പണ്ട് കുളിക്കാൻ വരുന്ന സ്ഥലം കേട്ടോ. ഒന്ന് പണ്ട് ഇവിടെ കീയാനുണ്ടല്ലോ മരണപ്പേടിയാണ്. വേറെന്തല്ല, ഉമ്മ വിടൂല കുളിക്കാനെന്ന് പറഞ്ഞാൽ ഉമ്മ എന്തെല്ലോ പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കും. ഭയങ്കര പേടിയാണ് ഗൈസ്. ഒരു ചരിത്രമുണ്ട് നമുക്ക്. പിന്നെ എൻ്റെ പേരുള്ള കൂട്ടുകാർ, അതായത് ഫ്രണ്ട്സ്, പിന്നെ അവരൊരു റിലേറ്റീവ്സ് ഇവിടെ ഉണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ ഒരു സ്ത്രീയാണ്, ഒരു മൂത്തമ്മ അവരെ വിളിക്കല്. അപ്പോൾ ഓറാന്ന് ഇവർക്കെല്ലാം നീന്തം പഠിച്ചെടുത്തിട്ടാ. ഇവിടുന്ന് ഒരു രക്ഷയില്ലാത്തല്ല. ഇതിൽ എനിക്ക് ഭയങ്കര പേടിയാ സത്യം. ഇപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാ. എനിക്ക് ഇപ്പോൾ നീന്തം അറിയില്ല, വേറെ വിഷയം. ഭയങ്കര സംഭവം കേട്ടോ. ഇതിൽ ഓർക്കുമ്പോൾ ഭയങ്കര, ഇതിൽ കാണുമ്പോൾ നല്ലൊരു നെസ്റ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. രക്ഷയില്ല ഗൈസ്. ഓ ഗൈസ്, ഇതാ ഇവർ എരനെ പിടിക്കലാന്ന് കേട്ടോ, മീനെ പിടിക്കാൻ വേണ്ടി. എരനെ കാണണ്ട, ഇതെന്നാണ് കണ്ണിച്ചനാ പുല്ലൻ. കിട്ടിയാ അപ്പൊ സംഭവം നമ്മൾ കൊല്ലഞ്ചിറയിലെ സംഭവം എല്ലാം കണ്ടു. ഇനി നമ്മൾ നേരെ പോകുന്ന അറിയാം, ഫുള്ള് നന്ന കേട്ടോ, നല്ല മഴ കൂടി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മളെ കൈപ്പാടാണ്, നമ്മുടെ വരിയിൽ താര് എന്ന് പറയും. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോകുന്ന കേട്ടോ. അടുത്ത് നമ്മൾ കാണിച്ചിട്ട് അവിടെ സാധാരണ വെള്ളക്കറി ഉണ്ടല്ലോ, നല്ല രസമാണ്. പുഴയും കൈപ്പാടും മിക്സായി കഴിഞ്ഞാൽ ഒരു വൈബനാണ്. പണ്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ ഈ വായൻ്റെ ഇതെല്ലാം ആക്കിയിട്ട് തോണിയാക്കിയിട്ട് പോകുന്നുണ്ട്, നല്ല രസം. ആ സ്ഥലം കൂടി കാണിച്ചിട്ട് അടുത്ത അവസ്ഥ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ വരയിൽച്ചിറ കേട്ടാ. ഇവിടെ ചെറിയൊരു ഏർമാടല്ല, നീന്താ പറയുക ഏർമാടാ. അത് പുള്ളന്മാറാക്കിയത് കേട്ടോ. നല്ല അടിപൊളി എന്താ പറയുക, സ്റ്റീലാണ്, എന്താണ് ഇത്, ഇരുമ്പാ. പഴയ പോസ്റ്റ്, ടെലിഫോണിൻ്റെ പോസ്റ്റെല്ലാം വെച്ചിട്ട് സെറ്റാക്കിയത് കേട്ടോ. അടിപൊളി സംഭവമാണ്. നമ്മൾ ആദ്യമൊന്നും ഇത്ര കാടൊന്നും ഉണ്ടായില്ല കേട്ടോ. പുഴ അതായത് മുണ്ടേരി പുഴ എന്ന് പറയുന്നത് അപ്പുറമാണ്. ഇത് കാണൂല, മൊത്തം മിക്സായിട്ടുള്ളത്, വെള്ളം മൊത്തം മിക്സായിട്ടുള്ളത്. രണ്ട് പുഴയിലതും അതേപോലെ തന്നെ കൈപ്പാടിലും വെള്ളം മിക്സായിട്ടുള്ളത്. ഇതാ എല്ലാം ഒപ്പരം മിക്സ്. ഏകദേശം ഇതാ ഇടുത്തം വരെ, ഈ റോഡിൻ്റെ ഇടുത്തം വരെ ഇങ്ങനെ വണ്ടി വെച്ചെടുത്ത് വരെ വെള്ളം ഉണ്ടാവും. നല്ല അടിപൊളി സംഭവമാണ്. ഏകദേശം വെള്ളം കയറാനായിട്ടുണ്ട്. ഇതാ വെള്ളം ഇടുത്തം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ആടെല്ലാം ഇപ്പോൾ എല്ലാം പോയി, ഇപ്പോൾ ഫാമെല്ലാം ആയിട്ടുണ്ട്, കോഴി ഫാം. ഇതാണ് ഗൈസ് നമ്മളെ പുഴയും അതുപോലെ തന്നെ
കൈപ്പാടും രണ്ട് വെള്ളവും ഒപ്പരം മിക്സായിട്ട് കാണുന്ന സംഭവം. എന്താ വാങ്ങിയല്ലേ? ഓ, ഫുള്ള് കാടായതുകൊണ്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു ലെവലായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല, പേടിയാണ്. എന്തെങ്കിലും പാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുത്തിട്ട് സുൽഫി ആയിട്ട് പിന്നെ കിടക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ പോവാം, പുറത്തേക്കോളാം. ആടെ വെറൈറ്റി സംഭവമുണ്ട്, ഉള്ളന്മാരിൽ കുളിക്കുന്നുണ്ട്, അത് നമുക്ക് കാണാൻ പോവാം. മനോഹരമായ സ്ഥലമാണ്. വെള്ളം കയറാനായിട്ടാ. പണ്ടെല്ലാം ഇവിടെ വെള്ളം കയറുന്നുണ്ട്. ഇപ്പൊ റോഡിലെ പൊളിച്ചതുകൊണ്ട് ഇല്ല, ഈ പ്രാവശ്യം തന്നെ കയറും. അത് ഡാം തുറന്നാൽ മാത്രമേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ പുറത്തേക്കുളത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. പുറത്തേക്കുളത്തിലെത്തി നോക്കുമ്പോൾ ഇവിടെ ആരുമില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് പോയി തോന്നുന്നു ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സൈഡിന് ഒരു മൂള കണ്ടിട്ട് ഞാൻ മൂള എടുക്കാൻ വേണ്ടി പോക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളം അത്യാവശ്യം നല്ലോണം കയറിയിട്ടുണ്ട്. നല്ല ശുദ്ധമായ വെള്ളം തന്നെ കേട്ടോ. നല്ല പച്ചക്കളർ വെള്ളം, അടിപൊളി വെള്ളം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മീനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, മുഷും അതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ മീനെ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കസിന് വന്നിട്ട് കേട്ടോ. നമ്മൾ സിനാനും അതുപോലെ തന്നെ സിനാനും ചങ്ങായിമാരെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ എന്താ പറയുക, സ്വിമ്മിങ്ങും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അത് അടുത്ത നമ്മൾ സിനാൻ്റെ ഓതിരം കുത്താണ്. ഓ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി, സൂപ്പർ. ഓൻ അടിപൊളിയായിട്ട് നിന്ന് കേട്ടോ, മാഷാ അല്ലാഹ്. നമ്മളിപ്പോൾ പുറത്തേക്കോളം വിട്ട് ഇതാ നേരെ എത്തിയിട്ടുള്ളത് മുണ്ടേരി ചെറുക്കാൻ കേട്ടോ. ഇവിടുത്തെ വൈബ് പിന്നെ പ്രത്യേക ഒരു വൈബാണ്. വൈകിട്ടും അങ്ങനെ എല്ലാ സമയത്തും വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതിന് തൊട്ട് ബാക്കിൽ തന്നെ മിഷ്കാക്കി ഹോട്ടലുണ്ട്. അത് അവിടെ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾ. അടിപൊളി സ്ഥലമാണ് ഇത്. മുണ്ടേരി പുഴ ഒക്കെ ടച്ചായി വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ടുണ്ടേ. നമ്മുടെ ഭക്ഷണത്തിൻ്റെ പരിപാടിയാണ് മെയിൻ പരിപാടി. ഭക്ഷണം എന്താണെന്ന് ബാക്കി നമുക്ക് നോക്കാം. മാഷാ അല്ലാഹ്, മഴയും ബിരിയാണിയും ചിക്കൻ പൊളിക്കും, അടിപൊളി. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ കുറച്ച് അബ്ദുറഹ്മാൻ മോജൂദാക്കട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുക. എല്ലാവർക്കും ബായ്.